രാവിലത്തെ സ്മൂത്തി. റോബസ്റ്റ് ആണ് യൂസ് ചെയ്യാറുള്ളത്, പക്ഷെ ഇന്ന് റോബസ്റ്റ് ഇല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ചെറിയ പഴം ചെറുതാണ്ട് 2 എടുത്തിട്ടു. രാവിലെ ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കിത് കുഴപ്പമില്ല. എൻ്റെ പ്രോട്ടീൻ പൗഡർ ആഡ് ചെയ്യാം, പിന്നെ ഒരു ഡേറ്റ്സും ആദ്യം ബ്ലെൻഡ് ചെയ്യാം. രണ്ടായിട്ട് ഒരു ഗ്ലാസ് കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം. രാവിലത്തെ സ്മൂത്തി. ഇതാണ് എൻ്റെ ലഞ്ച് കേട്ടോ. ചന മസാല, ഇത്ര ചോറ്, മുട്ട പൊരിച്ചത്, തൈര്, അമരക്കയുടെ ഉപ്പേരി ആൻഡ് സാലഡ്. ഇതാണ് എൻ്റെ ഡിന്നറല്ല, ഈവനിങ് സ്നാക്സ്. ഇത് ബ്ലാക്ക് കോഫിയാണ് കേട്ടോ. ശരിക്കും കഴിക്കേണ്ടത് ലെമൺ ടീ ആണ്. ഞാൻ ടീ ലൈഫിൽ ഇതുവരെ കുടിച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുടിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് കോഫിയും പിന്നെ ഒരു ഹാൻഡ് ഫുൾ ഓഫ് പീനട്ടും ആണ് കേട്ടോ. ഇതാണ് കഴിക്കേണ്ടത്. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 7 o'clock ആകുമ്പോൾ നമുക്ക് ഒരു ചപ്പാത്തിയും സബ്ജിയും കഴിക്കാം. ഞാൻ കഴിക്കാറില്ല, ഞാൻ ഇതോടുകൂടി ഡിന്നർ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യലാണ്. ബിക്കോസ് എനിക്ക് 7 o'clock ചപ്പാത്തി സബ്ജിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും കഴിക്കണം എന്നുള്ള ടെൻഡൻസി വരും. ഇത് ഇല്ല എന്നുള്ള തോന്നുമ്പോൾ കൺട്രോൾ ചെയ്യും. പക്ഷെ നമുക്ക് കഴിക്കാം. ചപ്പാത്തിയും സൂര്യൻ അസ്തമിക്കണതിന് മുമ്പേ കഴിക്കണം എന്നാണ് പറയാം. അപ്പോൾ മധുരമില്ല കേട്ടോ. ആദ്യം നമുക്ക് പ്രശ്നമായിരിക്കും മധുരം ഇല്ലാണ്ട് കുടിക്കുന്നത്. പിന്നെ നമുക്ക് കുടിച്ച് പിന്നെ ശീലമായിക്കോളും. ഇപ്പം എനിക്ക് നല്ല പാലിട്ട കോഫി ആണെങ്കിൽ എനിക്ക് മധുരം ഇടാൻ ഇഷ്ടമല്ല. ആ ഒരു ശരിക്കും കോഫിയുടെ ആ ഫ്ലേവർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മധുരം ഇടാണ്ട് കുടിക്കണം. അത് അടിപൊളിയാണ്. പിന്നെ ഇത് മാത്രം ചെയ്തിട്ടൊന്നും കാര്യമില്ല കേട്ടോ. നമ്മൾ വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്യാണ്ട് നമ്മളിപ്പം ഇതൊക്കെ കഴിച്ചിട്ടും കാര്യമൊന്നുമില്ല. നമ്മളൊരു വൃത്തികെട്ട രീതിയിൽ മെലിഞ്ഞു. നമ്മളുടെ ആ ഒരു സൗന്ദര്യം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഡയറ്റ് ചെയ്യണം, വിത്ത് ഫുഡ് ഡയറ്റ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം നമ്മൾ വർക്കൗട്ടും ചെയ്യണം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വർക്കൗട്ട് ചെയ്യണം. പക്ഷെ വർക്കൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവരും കൊണ്ടും പറ്റണ കാര്യമല്ല ജിമ്മിൽ പോകുക എന്നുള്ളത്. നമുക്ക് വീട്ടിലിരുന്നിട്ടും വർക്കൗട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. നമുക്കൊരു ഡംബിൾസ് മാത്രം മതി. ഇപ്പോൾ ഒരു 3-4 ലേഡീസ് നമ്മുടെ കൂടെ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ഇപ്പം ഞാനൊരു 2.5 വാങ്ങുന്നു, മറ്റേ ഒരു 5 കിലോ വാങ്ങുന്നു, മറ്റേ ഒരു 7 കിലോ വാങ്ങുന്നു. അങ്ങനെ ആണെങ്കിൽ നമുക്കൊരു 3-4 ആൾക്കാർ ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ പാട്ട് വെച്ചിട്ട് ബോഡിക്ക് ഓരോ ദിവസം 4 days ആഴ്ചയിൽ വർക്കൗട്ട് ചെയ്താൽ മതി. 2 days നമ്മളൊന്നും ചെയ്യണ്ട, നമ്മളെ ബോഡിക്ക് ഫുൾ റെസ്റ്റ് കൊടുക്കാം. പക്ഷെ ഓരോ പാർട്ടായിട്ട് നമ്മുടെ കൈ, നമ്മുടെ ഷോൾഡർ, നമ്മുടെ അബ്ഡമിൻ, കാലിന് ഒക്കെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാം. എനിക്ക് ആഗ്രഹമുണ്ട് കാണിച്ചു തരണം എന്നുള്ളത്. എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അറ്റ്ലീസ്റ്റ് വീട്ടിലിരുന്നിട്ട് നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല വെച്ചെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റണം കേട്ടോ. കാരണം ചില സമയത്ത് എനിക്ക് ജിമ്മിലൊന്നും പോകാൻ പറ്റാറൊന്നുമില്ല. അപ്പം ഞാൻ തന്നെ വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യലാണ്. എപ്പോഴും നമുക്ക് പോകാൻ പറ്റണം എന്നില്ലല്ലോ. അപ്പം വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് അത്ര കുഴപ്പമില്ല കേട്ടോ. അതങ്ങൾ പോകും. പക്ഷെ ആ നാവിൽ ആ ടേസ്റ്റ് ഇല്ലല്ലോ നമ്മുടെ ഫുഡിൻ്റെ. അപ്പം 2 ദിവസം ഓക്കെ, പിന്നെ 3-ാമത്തെ ദിവസത്തേക്ക് ഞാനത് ഓക്കെയോ. ഇനി ആരാണെങ്കിലും ഏത് ആൾക്കാർ ഡയറ്റ് ചെയ്യുകയാണെങ്കിലും 3 ദിവസം നമ്മളൊന്ന് പിടിച്ച് നിന്നാൽ മതി. 3 ദിവസം നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 4-ാമത്തെ ദിവസം അത് അങ്ങോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് രാത്രി ചപ്പാത്തി കഴിക്കുക, കറി കഴിക്കുക, കുറച്ച് നമുക്ക് അങ്ങനെ കഴിച്ച് പോവാം. ഇപ്പം ഞാൻ വെയിറ്റ് കൂടിയതുകൊണ്ട് കേട്ടോ എനിക്കൊരു 3 kg കുറയണം. കണ്ടാൽ തോന്നില്ല, പക്ഷെ ഞാൻ നല്ല വെയിറ്റൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കൊക്കെ ഞാൻ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഞാൻ കാണിച്ചു തരാം. അടുത്ത ഇതിൽ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ട്രൈ ചെയ്യാം. ഇനിയിപ്പോൾ എൻ്റെ കോച്ചിനോടും കൂടെ ചോദിച്ചിട്ട് എനിക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ, തെറ്റ് പഠിപ്പിക്കാൻ പാടില്ലല്ലോ. അതൊക്കെ ഞാൻ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട്
ഞാൻ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാം, എങ്ങനെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. സോ നെക്സ്റ്റ് എപ്പിസോഡ് നിങ്ങളെല്ലാവരെയും ഞാനൊരു ബോഡി ബിൽഡർ ആക്കുന്നതായിരിക്കും. സി യു ബൈ.